പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ മൂന്നാർ എത്തിയിട്ടില്ല കേട്ടോ. ഇനിയും 1 മണിക്കൂറിൻ്റെ അത്രയും ദൂരമുണ്ട് മൂന്നാർ എത്താനായിട്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ എന്താണ് ക്യാമ്പ് ഫയറും പിന്നെ അൽഫാം റെഡിയാക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് അൽഫാമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളാണെങ്കിൽ ഒരു സൈഡിൽ ഇരുന്ന് കസേരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് ഗെയിംസൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കസേര കളിയായിരുന്നു. പിന്നെ നമ്മൾ ഈ പിള്ളേർ ഓരോന്നും ഔട്ടാവും. അപ്പോഴത്തേക്ക് എല്ലാം കരഞ്ഞിട്ട് വീണ്ടും ജോയിൻ ആവും. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ പോയാൽ നമ്മൾ ഗെയിംസ് ഒരു എന്താ ഒരു ഫൈനൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ഔട്ടായവരെ വീണ്ടും ജോയിൻ ചെയ്യിക്കുന്ന ആ പരിപാടി ഇനി നടക്കില്ലെന്ന്. പിന്നെ ഉണ്ടാകും കരച്ചിലോട് കരച്ചിൽ. ഓരോന്ന് ഔട്ടാകുമ്പോൾ ചെറിയ പിള്ളേരുണ്ടല്ലോ അവർക്കൊന്നും അറിയില്ല. ഭയങ്കര ഒരു കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു ഗെയിം വെച്ചിട്ട് നമ്മൾ പെട്ടുപോയ മാതിരിയായിരുന്നു. പിന്നെ അവസാനം ലൈബം കൂടി ഔട്ടായതോടെ അവൾക്കൊരു മൂടയില്ല. എല്ലാം കൂടിയിട്ട് ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്നും കരയുന്നൊന്നുമില്ല. പിന്നെ ശാലായിരുന്നു വിന്നറായത്. ക്യാഷ് പ്രൈസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം കൂടിയിട്ട് കരച്ചിലായി. ക്യാഷ് പ്രൈസ് ആയതുകൊണ്ടാണോ ഇത്രയും കരച്ചിലെന്നറിയില്ല. പിന്നെ നമ്മൾ വലിയവർക്കുള്ള ഗെയിംസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് സമയത്ത് ഐസാനാണെങ്കിൽ കരച്ചിൽ നിർത്തിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ അവിടെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഡാൻസൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ എന്താണ് ആ ഒരു ഗെയിംസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതെന്താവുമെന്ന് ഇനി ഏതൊക്കെ കരച്ചിൽ കാണണം ആരൊക്കെ കരച്ചിൽ കാണണമെന്നായി. പിന്നെ ലൈബയും ഹാദിയായിരുന്നു. അപ്പം ഞാൻ അവസാനം എന്തായാലും വിന്നാവാൻ പോകുന്നത് ഹാദിയാണെന്ന് അറിയാം. എന്നാലും അപ്പോഴത്തേക്ക് ലൈബ കരച്ചിൽ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു നീയാണ് വിന്നായത്. 2 പേരായതുകൊണ്ട് അവൾക്ക് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സമാധാനിച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ അൽഫാമൊക്കെ റെഡിയായി നമ്മൾ ഫുഡ്